ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. എൻ്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നേരിട്ട് യുദ്ധത്തിൽ നിൽക്കുവാൻ മരുദ്ഗണങ്ങൾ, അസുരവരന്മാർ, ഗന്ധർവന്മാർ, ഉരകേന്ദ്രന്മാർ തുടങ്ങി ആർക്കും ഒരിക്കലും സാധിക്കുന്നതല്ല. വീരവീരനായ തമ്പുരാന് എന്നിൽ അല്പമെങ്കിലും തിരുവുള്ളമുണ്ടെങ്കിൽ നിശിത ശരങ്ങളാൽ രാവണനെ ഉടനെ നിഗ്രഹിക്കണം. അഗ്രജൻ്റെ ആജ്ഞയെ ശിരസ വഹിക്കുന്നവനും പരന്തപനുമായ കുമാരലക്ഷ്മണൻ പുരുഷോത്തമനായ ജ്യേഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം എന്നെ രക്ഷിക്കാത്തതെന്താണ്? അഗ്നിയും വായുവും ഒന്നിച്ചു ചേർന്ന കാലത്തെ ശക്തിയാണ് രാജകുമാരന്മാർക്ക്. ദേവേന്ദ്രന് പോലും വിജയിക്കാൻ സാധിക്കാത്തവരാണ്. എന്നിട്ടും എന്നെ രക്ഷിക്കാതിരിക്കാൻ കാരണമെന്ത്? ഒന്ന് തീർച്ച, അതിമഹത്തായൊരു പാപം ഞാൻ മുൻജന്മത്തിൽ ചെയ്തു വച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പരന്തപന്മാരായ അവർ എന്നെ ഉപേക്ഷിക്കുവാൻ നിവർത്തിയില്ല. എന്നെ രക്ഷിക്കുവാൻ ഒരു വിധത്തിലും അപ്രാപ്തരുമല്ല അവർ. കണ്ണീർ നിറഞ്ഞ് ഗദ്ഗദാക്ഷരത്തിൽ ഇപ്രകാരം പറഞ്ഞ ദേവിയോട് ഞാൻ വീണ്ടും ഇങ്ങനെ തുടർന്നു. ദേവി, ഞാൻ സത്യമാണ് ഉണർത്തുന്നത്. നിന്തിരുവടിയെ പിരിഞ്ഞു വസിക്കുന്ന സ്വാമി ദുഃഖത്താൽ നിശ്ചലനായിരിക്കുന്നു. അത് കാണുമ്പോൾ കുമാരൻ വേവുകയാണ്. എങ്ങനെയോ വിഷമങ്ങൾ സഹിച്ച് ദേവിയെ കണ്ടുകിട്ടിയല്ലോ. ഇനി അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട. ദുഃഖസാഗരത്തിൻ്റെ അറ്റം ഇപ്പോൾ കണ്ടുകഴിഞ്ഞു. അവിടുത്തെ കാണുവാൻ ആഗ്രഹത്തോടു കൂടിയ ആ പുരുഷസിംഹങ്ങൾ ഉഗ്രശരങ്ങളെ കൊണ്ട് ലങ്കയെ ചാമ്പലാക്കും. ക്രൂരനായ രാവണനെ പുത്രമിത്ര ബന്ധുക്കളോടെ വധിച്ച് നിന്തിരുവടിയെ സ്വനഗരിയിലേക്ക് സ്വാമി കൊണ്ടുപോകും. ദേവി, സ്വാമിക്ക് സമർപ്പിക്കുവാൻ വേണ്ടി അവിടത്തേക്ക് അറിവുള്ളതും സന്തോഷജനകവുമായ ഒരടയാളം തന്നയക്കണേ. ദേവി ചുറ്റുപാടും നോക്കി കൂന്തലിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദിവ്യരത്നം വസ്ത്രത്തുമ്പിൽ നിന്ന് അഴിച്ച് എൻ്റെ കയ്യിൽ തന്നു. സ്വാമി അവിടത്തേക്ക് വേണ്ടി ഈ അമൂല്യ രത്നത്തെ ഏറ്റുവാങ്ങി. ദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ച് മടങ്ങിപ്പോരുവാൻ വേണ്ടി ഒരുങ്ങിയ ഞാൻ ദേഹത്തെ വലുതാക്കി. സുകുമാരാംഗിയായ ദേവിയാകട്ടെ എന്നെ കണ്ട് കണ്ണീർ തൂകി ഇടറുന്ന അക്ഷരങ്ങളോടെ പറഞ്ഞു. എൻ്റെ ശരീരം വലുതാവുന്നത് കണ്ട് അല്പം പോലും ഭയമുണ്ടായിട്ടല്ല, അഴലാണ്ടതിനാലാണ് പറഞ്ഞത്. ഹേ കപീന്ദ്ര, നീ ഭാഗ്യവാനാണ്. മഹാബാഹുവായ ശ്രീരാമദേവനെയും അതിയശസ്സാർന്ന ഭർത്തൃ സഹോദരൻ ലക്ഷ്മണനെയും നീ ഉടനെ തന്നെ കാണുമല്ലോ. ഇത് കേട്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ദേവി, എൻ്റെ ചുമലിൽ ഇരുന്നാൽ മതി. തമ്പുരാട്ടിയെ അതിവേഗത്തിൽ ഞാൻ കിഷ്കിന്ധയിലെത്തിക്കാം. സ്വാമിയെയും സൗമിത്രിയെയും സുഗ്രീവനെയും നിന്തിരുവഴിക്ക് ക്ഷണത്തിൽ കാണാം. സസ്നേഹം ദേവി എന്നോട് അരുളി ചെയ്തു. കപീന്ദ്ര, അത് ധർമ്മമല്ല. സ്വയമായി നിന്റെ ചുമലിൽ ഞാൻ കയറിയിരിക്കുന്നത് സദാചാരത്തിന് നിരക്കാത്തതാണ്. പരപുരുഷ സ്പർശനം ഞാൻ അറിഞ്ഞുകൊണ്ട് സ്വമേധയാ ചെയ്യുന്നതല്ല. ഹേ വാനരേശ്വര, അന്ന് അരക്കൻ ബലമായി എന്നെ എടുത്തു പോന്നതാണ്. വീരനായ ഹനുമാൻ ആ നിശാചരൻ ബലമായി എന്നെ പിടിച്ചപ്പോൾ അശക്തയായ ഞാൻ എന്താണ് ചെയ്യുക? നീ രാജപുത്രന്മാരുടെ സമീപത്തേക്ക് പോകുക. പുത്രവാത്സല്യത്തോടെ എന്നെ നോക്കിക്കൊണ്ട് ദേവി തുടർന്നു. ഹനുമാൻ സിംഹസദൃശരായ ശ്രീരാമലക്ഷ്മണന്മാരോടും അമാത്യസഹിതനായിരിക്കുന്ന മഹാരാജ സുഗ്രീവനോടും ക്ഷേമം പറയൂ. മാത്രമല്ല മഹാപ്രഭു കാകുത്സ്ഥൻ എന്നെ ഈ ദുഃഖാർണവത്തിൽ നിന്ന് കരകയറ്റുവാനുള്ള വഴികളെല്ലാം നീ ചെയ്യുകയും വേണം. ഞാൻ അനുഭവിക്കുന്ന കഠിന വ്യസനം, രാക്ഷസന്മാരുടെ ശകാരത്തോടെയുള്ള ഭയപ്പെടുത്തൽ, ഇതെല്ലാം ശ്രീരാമദേവ സന്നിധിയിൽ ഉണർത്തിക്കൂ. കപീന്ദ്ര, നിന്റെ യാത്രാമാർഗം നന്നായി വരട്ടെ. ദുഃഖത്താൽ കൃഷിയായി ഇതാണ് അടിയനോട് അരുളി ചെയ്തിട്ടുള്ളത്. നൃപേന്ദ്രസിംഹനായ അവിടുന്ന് അടിയൻ ഉണർത്തിച്ചത് വേണ്ടതുപോലെ മനസ്സിലാക്കി ദേവിയുടെ കുശലത്തിന് വേണ്ടത് എന്താണെന്ന് തീർച്ചപ്പെടുത്തണേ. നിന്തിരുവടിയുടെ സന്നിധിയിലെത്തുവാൻ വെമ്പുന്ന എന്നോട് അവിടുത്തോടുള്ള സ്നേഹാധിക്യത്താൽ ദേവി വീണ്ടും തുടർന്നു. മാരുതി, മഹാരാജ ദശരഥപുത്രനായ ഭർത്താവിനോട് അതിവേഗത്തിൽ അലർക്കർക്കോനായ രാവണനെ ആയോധനത്തിൽ സംഹരിച്ച് എന്നെ രക്ഷിക്കുവാൻ പറയണം. ശത്രുമർദ്ദകനായ വീരഹനുമാൻ ഒരുവിധം നിവൃത്തിയുണ്ടെങ്കിൽ ഒരു ദിവസം ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് വിശ്രമിച്ച് പോയാൽ മതി. മന്ദഭാഗിയായ എനിക്ക് നീ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരാശ്വാസമാണ്. അല്പനേരമെങ്കിലും അഴലിൽ നിന്നൊരു മോചനം അതുകൊണ്ടേ ഉണ്ടാകൂ. മടങ്ങി വരുവാൻ വേണ്ടി വിക്രമിയായ നീ പോയാൽ പ്രാണസന്ദേഹം തന്നെ എനിക്ക് വന്നേക്കും. ഭർത്തൃദൂതനായ നിന്നെ കാണാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖാഗ്നി എന്നെ ചാമ്പലാക്കുക തന്നെ ചെയ്തേക്കും. മാത്രമല്ല
വലിയൊരു സംശയം എനിക്ക് തോന്നുന്നുമുണ്ട്. വീരനായ നിന്റെ കൂട്ടുകാർ വാനരന്മാരും വൃക്ഷവരന്മാരും എങ്ങനെയാണ് അപാരമായ ഈ സാഗരത്തെ കടക്കുക? വാനരപ്പടകളും ദശരഥനന്ദനന്മാരും എങ്ങനെ ഇവിടെ എത്തും? ജീവനുള്ളവയിൽ 3 പേർക്ക് ഈ ആഴി കടക്കുവാൻ സാധിച്ചേക്കും. വൈനതേയനും വായുവിനും നിനക്കും മറ്റാർക്കും അസാധ്യമായ കാര്യം എങ്ങനെ നിവർത്തിക്കുവാനാണ് കാര്യജ്ഞനായ നീ കരുതുന്നത്? ഒരു പക്ഷെ നീ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റുവാൻ കഴിഞ്ഞേക്കും. എന്നാൽ ശത്രുഹന്താവായ നിനക്കു മാത്രമല്ലേ ഇതിൽ കീർത്തി ലഭിക്കുകയുള്ളൂ. ശ്രീരാമചന്ദ്രസ്വാമിക്ക് പുകഴുണ്ടാവണം. അതിന് അവിടുന്ന് തന്നെ പടകളോടുകൂടി ഇവിടെ വരണം. യുദ്ധത്തിൽ സകുടുംബം രാവണനെ നിഗ്രഹിക്കണം. വീരാഗ്രണിയായ ഭർത്താവ് ആശ്രമത്തിൽ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് അത്രമാത്രം ഭയം രാവണന് ദാശരഥിയിലുണ്ട്. അരക്കൻ എന്നെ അപഹരിച്ചു. അത്തരം തൊഴിൽ രഘുവംശത്തിന് യോജിക്കുന്നതല്ല. ലങ്കാരാജ്യത്തിൽ മുഴുവൻ വാനരപ്പട നിറയണം. സർവത്ര രാമബാണങ്ങൾ ചീറിപ്പായണം. ശത്രുക്കളെ മുഴുവൻ നേരിട്ട് നിഗ്രഹിച്ച് കാകുത്സൻ എന്നെ കൊണ്ടുപോകണം. എന്നാലേ അവിടുത്തേക്ക് ഒരു ഉത്തമ കർമ്മമാകുകയുള്ളൂ. യുദ്ധവിക്രമനായ സ്വാമിക്ക് സമുചിതമായ ശ്രേയസ് ഉണ്ടാകത്തക്ക പ്രവൃത്തികൾ നീ ചെയ്തു വയ്ക്കണം. സ്നേഹപൂർണവും സാരാർത്ഥം അടങ്ങിയതുമായ വാക്കുകൾ കേട്ടപ്പോൾ ബാക്കി കാര്യം അടിയൻ ഉത്തരമായി പറഞ്ഞു. ദേവി, വാനരന്മാരുടെയും വൃക്ഷശ്രേഷ്ഠന്മാരുടെയും ചക്രവർത്തിയാണ് പ്ലവകോത്തമനായ സുഗ്രീവൻ. സത്വസമ്പന്നനായ സൂര്യപുത്രൻ നിന്തിരുവടിയുടെ കാര്യത്തിൽ തീർപ്പു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആത്മശക്തി നിറഞ്ഞവരും മഹാബലവാന്മാരും മനോവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ളവരും അമിത പരാക്രമികളുമായ വാനരന്മാർ കോടിക്കണക്കിനുണ്ട്. അവരുടെ യാത്രയ്ക്ക് ഒരിക്കലും ഒരു സ്ഥലത്തും തടസ്സം വരുന്നതല്ല. മേലും കീഴും വിലങ്ങനെയും അവർക്ക് ഗമിക്കുവാൻ കഴിവുണ്ട്. അതിതേജസ്സാർന്ന അവരാരും വൻ കർമ്മങ്ങളിൽ കൂടി വാടാറില്ല. ഈ ഭൂമി മുഴുവനും അനേക തവണ വായുമാർഗത്തിൽ കൂടി പ്രദക്ഷിണം വെച്ചവരാണ് അമിത ബലവാന്മാരും മഹാന്മാരുമായ അവർ. എൻ്റെ പരാക്രമത്തിലും ശക്തിയിലും മീതെയുള്ളവരാണ് അധികവും. എന്നെപ്പോലെ കുറച്ചുപേരെ കണ്ടെന്നു വന്നേക്കാം. എന്നേക്കാൾ താഴെ ആരുമില്ലെന്ന് തീർച്ച. ഈ ഞാൻ കൂടി ഇവിടെ വന്നെത്തിയെങ്കിൽ മറ്റുള്ളവരുടെ വർത്തമാനം പറയണമോ? വാനരരാജ സുഗ്രീവന്റെ സമീപത്തിൽ തന്നെയുണ്ട് ഇപ്പോൾ എല്ലാവരും. ദേവി, ഏതു നിലയിലും താണവരെയല്ലേ ഭൃത്യരായി സ്വീകരിക്കൂ, അവരല്ലേ ദാസരാകൂ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആലോചിച്ച് തമ്പുരാട്ടി വ്യസനിക്കരുത്. ദുഃഖമൊഴിക്കൂ. കിഷ്കിന്ധയിൽ നിന്ന് ഒരൊറ്റ ചാട്ടത്തിൽ അവരെല്ലാം ഇവിടെ എത്തും. ഉദിച്ചുയരുന്ന സൂര്യചന്ദ്രന്മാരെ പോലെ ശ്രീരാമലക്ഷ്മണന്മാർ എൻ്റെ ചുമലുകളിൽ കയറി ഇവിടെ പ്രത്യക്ഷപ്പെടും. സിംഹസദൃശനും ശത്രുസംഹാര സ്വരൂപിയുമായ സ്വാമിയെ അടുത്തുതന്നെ ലങ്കാനഗരത്തിൽ കാണാം. ഒന്നിച്ച് അപാരവിക്രമിയായ ലക്ഷ്മണകുമാരൻ വില്ല് കുലച്ച് അസ്ത്രമേന്തി നിൽക്കുന്നും ഉണ്ടാകും. സിംഹം, നരി എന്നിവയെപ്പോലെ പല്ലുകളും നഖങ്ങളും ആയുധമാക്കിയ വാനരേന്ദ്രന്മാരെ മതിച്ച വാരണങ്ങളെപ്പോലെ ലങ്കയിൽ നിറഞ്ഞതായി കാണാം. മാമലകളും വൻകാടുകളും പോലെയുള്ള കവീശ്വരന്മാർ ലങ്കാ മലയസാനുവിൽ എത്തി ഗർജിക്കുന്ന ശബ്ദം നിന്തിരുവടി ഉടനെ കേൾക്കും. 14 ആണ്ട് വനവാസം കഴിഞ്ഞ് ശത്രുഞ്ജയനായ ശ്രീരാമസ്വാമി നിന്തിരുവടിയോടൊന്നിച്ച് അയോധ്യയിലെത്തി രത്നസിംഹാസനത്തിൽ അഭിഷിക്തനായിരിക്കുന്നത് കൺകുളിർക്കെ കാണാറാകും. മഹാപ്രഭോ, ഇത്തരത്തിലുള്ള മംഗളവാക്കുകൾ അടിയൻ ഉറപ്പിച്ചു പറഞ്ഞു. ശക്തി സ്വരൂപമെന്ന ദേവിയുടെ വദനം തെളിഞ്ഞു. അവിടുത്തെ വിയോഗം കൊണ്ട് മങ്ങിയിരുന്ന ആനനം പൂർണ്ണചന്ദ്രനെ പോലെ പ്രശാന്ത കിരണങ്ങൾ പ്രസരിപ്പിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.